അങ്ങനെ ഇരുന്നപ്പം നമുക്ക് എന്തെങ്കിലും ഒരു വെറൈറ്റി ഐറ്റം ചെയ്ത് നോക്കിയാലോ എന്നൊരു ആലോചന ഉണ്ട് കേട്ടോ. ആ ഒരു വെറൈറ്റി ആയിട്ടാണ് കേട്ടോ ഞാൻ ഈ കുത്തിക്കയറ്റുന്നത്. അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. ഇത് നമ്മുടെ കൈതച്ചക്ക വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. കൈതച്ചക്ക എന്ന് നമ്മൾ കോട്ടയംകാർ പറയും, പൈനാപ്പിൾ. ഇനി ഇതിന് വേറെ വല്ല പേരും ഉണ്ടോയെന്നൊന്നും എനിക്കറിയാൻ പാടില്ല കേട്ടോ. എന്തായാലും കൈതച്ചക്കയുടെ നമ്മൾ തൊണ്ടും കാര്യങ്ങളുമൊക്കെ മുള്ള സഹിതം ചെത്തി അങ്ങ് കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് മുളക് പൊടി അങ്ങ് ചേർത്ത് കൊടുക്കാവേ. കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ കുറച്ചും കൂടി അടിപൊളി, കളറും കിട്ടും, എന്നിട്ട് എരിവ് കുറവുമായിരിക്കും. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഒരു കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇനി ഇത് നന്നായിട്ട് അങ്ങോട്ട് നമ്മുടെ കൈ വെച്ചിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക. ഇത്തിരി എരിവൊക്കെ ഉണ്ടാകും, എന്നാലും കുഴപ്പമില്ല. നന്നായിട്ട് അങ്ങോട്ട് തേച്ച് പിടിപ്പിച്ചോ കേട്ടോ. എന്നാലും അതിൻ്റെ കൃത്യമായിട്ടുള്ള ടേസ്റ്റ് എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റത്തുള്ളേ. അപ്പം നന്നായിട്ടങ്ങ് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടിത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുവാണെങ്കിൽ കുറേ കൂടെ അടിപൊളിയായിരിക്കും. കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഉപ്പും എരിവൊക്കെ നന്നായിട്ട് അത് പിടിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ശകല നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ അടിപൊളിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ അങ്ങ് മസാല തേച്ച് പിടിപ്പിച്ചോ. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനി നമുക്ക് ഗ്യാസ് ഒന്ന് കത്തിക്കാം. എന്നിട്ട് നമുക്കൊരു ഫ്രൈ പാൻ അങ്ങോട്ട് എടുത്ത് വെച്ച് കൊടുക്കാം കേട്ടോ. ഇനിയാണ് മെയിൻ പരിപാടി. ഇതിൻ്റെ ഹൈലൈറ്റ് ഇതാ കേട്ടോ. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ശകലം എണ്ണ അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇനി നേരെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കൈതച്ചക്ക ഇതിലോട്ടങ്ങ് ചേർത്ത് കൊടുക്കണം. ഇത് തന്നെ പരിപാടി എൻ്റെ പൊന്നോ. ഇനി ഇത് ഓരോന്നായിട്ട് നമുക്ക് പാനിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. പ്രോപ്പറായിട്ട് നമ്മുടെ മുന്നോട്ടുള്ള വീഡിയോസൊക്കെ കാണാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പം സപ്പോർട്ട് മറക്കണ്ട. അപ്പം ഇതൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാട് നേരമൊന്നും വേണ്ട. ഇച്ചിരി ഫ്ലെയിം കൂട്ടിയിട്ടാണെങ്കിൽ കുഴപ്പമില്ല. നന്നായിട്ട് പഴുത്ത കൈതച്ചക്കയിലാണെങ്കിൽ ഉണ്ടല്ലോ സെറ്റ്. അപ്പം ഞാൻ എടുത്തേക്കുന്ന കൈതച്ചക്ക അത്ര അങ്ങോട്ട് പഴുത്തിട്ടില്ല. അത്യാവശ്യം കുറച്ചൊരു പച്ചപ്പ് നിൽക്കുന്നുണ്ട്. എന്നാലും നല്ല മധുരമുള്ള കൈതച്ചക്കയാണ് കേട്ടോ. ഇനിയൊരു ശകലം വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് മൂടി വെക്കാം. അപ്പോഴത്തേക്കും അത് ഏകദേശം ഒരു വേകുന്ന രീതിയിൽ വരും. അപ്പോൾ അതേണ്ട ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. എൻ്റെ പൊന്നെ, ഇതിൻ്റെ സ്മെല്ല് തന്നെ ഒരു രക്ഷയില്ല. അപ്പം ഇങ്ങനെ ഓയിലിൽ ഡീപ്പായിട്ട് ഫ്രൈ ചെയ്ത് പൈനാപ്പിൾ കഴിക്കാൻ താല്പര്യമുള്ളവരെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുള്ളൂ കേട്ടോ. ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണെന്ന് പറയാം. എന്താ ഇതിൻ്റെ രുചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഉപ്പും എരിവും എല്ലാം കൂടെ കൂടിയിട്ട് ആ എണ്ണയ്ക്കകത്ത് ഫ്രൈ ആയിട്ട് വന്നേക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അതിൻ്റെ സ്മെല്ലും ഒരു രക്ഷയില്ല. എൻ്റെ പൊന്നും മക്കളെ, അടിപൊളി സാധനമാണ്. അപ്പം മറക്കാതെ എല്ലാവരും ട്രൈ ചെയ്തോളുക. കൂടെ നമ്മുടെ ചാനലിൽ ഒന്ന് ഫോളോ ചെയ്തോളുക. ഓക്കെ, ബൈ.